ഹിന്ദു വിരുദ്ധ പരാമർശത്തിൽ രാഹുലിനെ കടന്നാക്രമിച്ച് നുപുർ ശർമ്മ. ഹിന്ദുക്കളെ ഭാരതത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമം. ഇതിനു മുന്നോടിയായാണ് രാഹുലിന്റെ വിവാദ പരാമർശമെന്നും നുപുർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നുപുർ ശർമ്മ പൊതുവേദിയിൽ എത്തുന്നത്. വളരെ ശക്തമായൊരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും BJP നേതാവ് നുപുർ ശർമ്മ വേദികളിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ഒരു പൊതുപരിപാടിയിൽ നുപുർ ശർമ്മ സംസാരിക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ 2 വർഷങ്ങൾക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ നുപുർ ശർമ്മ കടന്നാക്രമിക്കുന്നു. അതും രാഹുൽ ലോക്സഭയിൽ അടുത്തിടെ നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശത്തിലാണ് നുപുർ ശർമ്മ രാഹുൽ ഗാന്ധിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നത്. നുപുർ ശർമ്മ ചൂണ്ടിക്കാണിച്ചത് രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരെ വലിയ തോതിലുള്ള ഗൂഢാലോചന നടക്കുകയാണ്. ഹിന്ദുത്വത്തെയും സനാതന ധർമ്മത്തെയും ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യാൻ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളാണ് ഹിന്ദുക്കൾ അക്രമം നടത്തുന്നവരാണെന്നും വിദ്വേഷം പരത്തുന്നവരാണെന്നും പ്രഖ്യാപിക്കുന്നത് എന്ന പരോക്ഷമായ വിമർശനമാണ് നുപുർ ശർമ്മയുടെ ഭാഗത്ത് നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെ ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കന്നിപ്രസംഗത്തിൽ ലോക്സഭയിൽ വെച്ചാണ് രാഹുൽ വലിയ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ രാജ്യത്തിനകത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുവാനും കലാപങ്ങൾ നടത്തുവാനും ശ്രമിക്കുന്നു എന്നതായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഈ വിവാദ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു. പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉണ്ടായി. ഇപ്പോൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചാണ് BJPയുടെ യുവ നേതാവ്, നിലവിൽ നമുക്കറിയാം നുപുർ ശർമ്മയെ BJP സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഖുറാൻ വിരുദ്ധ പരാമർശം നടത്തി എന്നതാണ് നുപുറിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം. പക്ഷേ ഖുറാനകത്തുള്ള ചില കാര്യങ്ങളാണ് നുപുർ ശർമ്മ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഞാൻ ബാബി ഈ വിഷയത്തിൽ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് വലിയ തോതിൽ അവിടുത്തെ ജ്യോതിർലിംഗത്തെയും കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും പരിഹസിക്കുന്ന ഘട്ടത്തിൽ ഖുറാനിലെ ഒരു സംഭവം, അതായത് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഐഷ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചല്ലോ എന്നൊരു ചോദ്യം നുപുർ ശർമ്മ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. അത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്, അത് ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ BJP ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും നുപുർ ശർമ്മയെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ BJPയിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ പ്രതിഷേധമൊക്കെയുണ്ട്. എന്തായാലും നുപുർ ശർമ്മ വീണ്ടും ഒരു തീപ്പൊരിയായി രംഗത്തെത്തുകയാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് നുപുർ ശർമ്മ എന്ന 39-കാരി BJPയുടെ വനിതാ മുഖം വീണ്ടും എത്തുന്നു എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഇന്നിപ്പോൾ രാഹുലിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള നുപുർ ശർമ്മയുടെ ഈ തിരിച്ചുവരവ്. വിഷ്ണു, യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.